ഇതാണ് ആനകളുടെ ഹയർ സെക്കൻഡറി സ്കൂൾ. അവരെ കളിക്കാൻ വന്നിക്കാണ് വെള്ളത്തിൽ. ആനനെ കുളിപ്പിക്കാണ്. 12 മണി വരെ കുളിപ്പിക്കും ഉച്ചയ്ക്ക്. ഇത് കഴിഞ്ഞാൽ ആന ഇവിടെ തിരിച്ചു പോകും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാൻ ആനകളുടെ ഒരു കൂട്ടുള്ള സ്ഥലത്താണ്, അതായത് ആനൻ്റെ എല്ലാ സംഭവമുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ക്യാൻഡിയിൽ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ഞാൻ ശ്രീലങ്കയിലെ ക്യാൻഡി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ആന വളർത്തൽ കേന്ദ്രം, ആനൻ്റെ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലേക്ക് കയറുകയാണ്. ഇവിടെ 2 കാഴ്ചകളാണ്. ഒന്ന് ഇതിൻ്റെ അകത്ത് ഒരു കാഴ്ച ഉണ്ട്, അതിന് പുറമെ ഇതിൻ്റെ വേറൊരു സ്ഥലത്ത് ആനൻ്റെ വേറൊരു കാഴ്ച ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു 11 മണീൻ്റെ മുമ്പായിട്ട് ഇവിടെ എത്തണം, എന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കാണാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ നഷ്ടമായി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. കാരണം 12 മണി വരെ ആനൻ്റെ കുളിസീനും മറ്റുമാണ് നമുക്ക് കാണാൻ പറ്റുക. അത് കഴിഞ്ഞാൽ പിന്നെ ആന കുളിസീൻ നിർത്തിയിട്ട് പിന്നെ പുള്ളിക്കാരൻ്റെ താമസ സ്ഥലത്തേക്ക് വരും. ആ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലം. ടിക്കറ്റില്ലാത്ത ഒരു സംഭവമല്ല, കംപ്ലീറ്റ് യൂറോപ്യന്മാരാണ് അവിടെ കൂടുതലുള്ളത്. പിന്നെ ഇന്ത്യക്കാർക്ക് ഒരു ഹാഫ് ഡിസ്കൗണ്ട് ഉണ്ട്, ഹാഫ് ചാർജ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് $1 പിന്നെ അതല്ലാണ്ട് നമ്മുടെ ശ്രീലങ്കൻ മണിയിലെടുക്കുക. ആനൻ്റെ കൊമ്പൊക്കെ വെച്ചിട്ടുണ്ട്, തലയോടാണ് കാണുന്നത് അവിടെ. ഇവിടെയാണ് ടിക്കറ്റിൻ്റെ സ്ഥലം. കൂടുതലും യൂറോപ്യന്മാരാണുള്ളത് ഇവിടെ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഞാൻ $1 ശ്രീലങ്ക മണി തന്നെയാണ് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഒരുപാട് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. യൂറോപ്യന്മാർക്ക് $15, നമ്മൾ ഇന്ത്യക്കാർക്ക് $10, അതായത് 3000 രൂപയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിട്ട്, അപ്പോൾ ഞാൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് കടന്നിട്ടുണ്ട്. ഇതിലേ ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട്. ഈ റോഡ് നേരെ പോകുന്നത് ആനൻ്റെ കുളിസീൻ കാണാൻ പോവാണ്. ആന രാവിലെ ഇവിടെയാണ് ആന ഉണ്ടാകുക. അപ്പോൾ ഇവിടെ പോകുന്ന വഴിയിൽ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇളനീര് കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം അവർ എനിക്ക് ഫോറിൻ ടിക്കറ്റാണ് തന്നത്, പിന്നെ തിരിച്ചു വാങ്ങിയിട്ട് മറ്റേ ടിക്കറ്റ് തരിക ചെയ്തത്. അതാണ് 2 ടിക്കറ്റിൻ്റെയും ഇത് ഞാൻ വീഡിയോ കാണിച്ചത് ഇവിടെ. ഇതിലേ ഇങ്ങനെ വരിക. ഇതൊരു 5 മിനിറ്റ് നടക്കാനുണ്ടാവും മറ്റേ ടിക്കറ്റ് എടുത്ത് അവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഇവിടെ ആനകൾ കുളിക്കാൻ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു 12 മണിക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് കാണാൻ. ഇപ്പം സമയം 11:30 മണിയായി. 12 മണി വരെയുള്ള ആന ഇവിടെ നിൽക്കുക. അപ്പം ഇനി നമുക്ക് 12 കഴിഞ്ഞാൽ ഇവിടുന്ന് ആന പോവും. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഇവിടുന്ന് മടങ്ങിപ്പോവാം. അപ്പം നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ അങ്ങനെ കാണുക. ഇവിടുന്ന് ഞാൻ ഇതിൻ്റെ ചരിത്രം കാര്യമൊന്നും പറയില്ല, അത് നമ്മളിഞ്ഞ് മറ്റേ സ്ഥലത്തെത്തിയിട്ട് പറയാം. അപ്പം നിങ്ങൾ ആനൻ്റെ കുളിസീനും ഒക്കെ കംപ്ലീറ്റ് കണ്ട് ആസ്വദിക്കുക. ആനൻ്റെ ശബ്ദം, ഇവിടുത്തെ നാച്ചുറൽ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാം.
ഞാനിതിനെ പറയാ, ഇവര് ആനകളുടെ പ്ലേ പീരീഡാണ് സ്കൂളിലെ. ആ പ്ലേ പീരീഡിൽ ഒരു കളിക്കാൻ വന്നിക്കുകയാണ് ഇവിടെ. ഇത് ഇവിടെ ഒരുവന് വെള്ളം ഇങ്ങനെ പ്രഷറിൽ പമ്പ് ചെയ്ത് വിടുന്നുണ്ട്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ആനനെ കുളിപ്പിക്കാൻ, ആനൻ്റെ പുറംഭാഗമൊക്കെ കുളിപ്പിക്കാൻ. കാരണം ആനക്ക് മുങ്ങാനുള്ള വെള്ളമില്ല. അപ്പോൾ അതാണ് അദ്ദേഹം ചെയ്യുന്നത് അവിടെ. അപ്പോൾ അതിൻ്റെ പരിസരത്തേക്ക് ഇനി ആനകൾ ചെല്ലും എന്നാണ് പറഞ്ഞിട്ട്. ഈ ആനകൾ 12 മണി വരെ ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടാവും. 12 മണി കഴിഞ്ഞാൽ ഇവർ തിരിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയൊരു ആനക്കേന്ദ്രം ഉണ്ട്, അവിടേക്ക് തിരിച്ചു വരും. ഇവിടെ ഒരു വെള്ളത്തിൽ കുളിക്കാനായിട്ട് വന്നതാണ്. കുളിക്കൽ ആർമാദിക്കാന്ന് പറയും. ഈ ഹോട്ടലിന് വേണ്ടി ഇനി ആനക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കണമെങ്കിൽ ആ കൊടുക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് ആനകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഓരോരുത്തർ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ചിലർ ഐസ്ക്രീം ആകുന്നുണ്ട്. ആന ഐസ്ക്രീമാണ് കഴിക്കുന്നത്. ആനനെ ഷവറിൽ കുളിപ്പിക്കുന്നു. ചെറുതായിട്ട് Can I use this clip? Okay, no problem.
Pojedeme tu z druhé strany, ne? Tam. Can I use this clip? No, okay, no problem. Teď mu to krade, hele, teď mu to krade. ചെങ്കന്നിന്റെ ഇളനീരാണ് ആന കഴിക്കുന്നത് കണ്ടില്ലേ? ആന കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഇതിലൂടെയാണ് അങ്ങനെ കയറി പോവുക. ഇതാണ് ആ വഴി. അർമാദിക്കൽ കഴിഞ്ഞിട്ടില്ല എപ്പോഴും വരെ. ആനനെ കുളിപ്പിക്കുകയാണ്. 12 മണി വരെ കുളിപ്പിക്കും ഉച്ചയ്ക്ക്. ഇത് കഴിഞ്ഞാൽ ആന ഇവിടെ തിരിച്ചു പോകും. ഇപ്പം സമയം കൃത്യം 12 മണി. ആനകൾ അങ്ങനെ കയറിപ്പോവാണ്. നമുക്ക് ആന അങ്ങനെ കയറിപ്പോയിട്ട് അതിൻ്റെ പിന്നാലൂടെ ഞാൻ അങ്ങോട്ടേക്ക് പോകും വേണം. പാപ്പാനൊക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. മറ്റേ ആൾ വെള്ളം പമ്പ് ചെയ്യൽ എപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ആനകളൊക്കെ കുളി കഴിഞ്ഞ് മടങ്ങിപ്പോവാണ്. റിട്ടേൺ ബാക്ക്.
ആന തുമ്പിക്കൈ നീട്ടുന്നത് ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് മേടിക്കാൻ പിന്നെ പഴം ഇതൊക്കെ ഇവിടെ സന്ദർശകർ കൊടുക്കും. അതിനുവേണ്ടി കാത്തു നിൽക്കാനാണ്. ഒരു ബാച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് പാപ്പാനാണ്. ഇതൊരു ലാസ്റ്റ് 5 ആനകൾ ഇവിടെ അങ്ങനെ വാട്ടം കൂടി നിൽക്കുക. നല്ലതും കിട്ടുമോ വിചാരിച്ചിട്ട് അതും തിരിച്ചു പോകും. ഓക്കെ ബൈ. അപ്പൊ ആന മടങ്ങയാണ്. ഇവിടെ എത്തുന്ന സമയത്ത് 11:30 മണിയോട് വന്നോട്ട് എത്തുകയാണെങ്കിൽ ഈ ഒരു സംഭവം കാണാം. ഇത് വേറൊരു ഭാഗത്താണ്. ഞാൻ പിന്നീട് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിന്റെ പിന്നാലെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇതിനെ താമസിക്കുന്ന സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക്. ഇംഗ്ലീഷുകാരൊന്നും എനിക്ക് കിട്ടുമല്ല. ഇതിന് അത് മുന്നേ പോയിക്കുന്നു. ഇതിന്റെ പിന്നാലെ അങ്ങനെ ജാഥയായിട്ട് ഞാൻ പോവാണ്. ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞില്ല. അതേപോലെ ലക്ഷം പിന്നാലെ ഉണ്ട്. ഇവിടെ കൂടുതലും യൂറോപ്യന്മാരുള്ളത്. ഇന്ത്യൻസ് കുറവാണ്. ഇളനീരച്ചവടം നല്ലോണ്ട് ഇവിടെ. ചെന്തങ്ങിന്റെ ഇളനീരാണ്. കാൻഡി റെയിൽവേ സ്റ്റേഷനിൽ ഈ പിന്നവാല ഓർഫനേജിക്ക് 40 കിലോമീറ്ററാണ് ദൂരം ഉള്ളത്. ഇതാണ് മെയിൻ റോഡ്. ഈ മെയിൻ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങ് ദൂരെ കണ്ടില്ലേ ഗേറ്റ്, അതിലൂടെയാണ് ആന അങ്ങോട്ടേക്ക് പോകുക. അതിൽ നമുക്ക് പ്രവേശനമല്ല. നമുക്ക് പ്രവേശനം മറ്റേ വഴിക്ക് ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ല ഒരു വഴി. ആ വഴി കൂടിയാണ് ഇവിടുത്തെ കാഴ്ചക്കാർക്കുള്ള പ്രവേശനം. ആനകളൊക്കെ പോയി കഴിഞ്ഞ് ഗേറ്റ് പൂട്ടി. ഈ സെക്യൂരിറ്റി പോകുന്നുണ്ടല്ലേ, അതിലേ അങ്ങനെ ആന അങ്ങനെ ആയിട്ട് പോകും. ഇനി നമുക്ക് ആന ഇതിനുള്ളിൽ പോയിട്ട് സന്ദർശിക്കാം. ഇത് മനുഷ്യന്മാർ നടന്നു പോകുന്ന വഴിയാണ്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കയറിയിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഇവിടുത്തെ പോലീസ് ഡ്യൂട്ടിയുള്ള പോലീസാണ് പുള്ളിക്കാരന്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ അങ്ങനെ നടന്ന് അങ്ങനെ കാണാം. ഇതിൻ്റെ ശരിക്കും പേര് പിന്നവാല എലിഫന്റ് ഓർഫനേജ് എന്നാണ്. ആ ഓർഫനേജിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ അവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. ഇനി ഇതൊരു ഏക്കറ കണക്കിന് സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കറങ്ങി കാണൽ തന്നെയാണ് പരിപാടി. നമ്മളെ ഗൈഡ് മുന്നിലുണ്ട്. ശ്രീലങ്കയിലെ ശബരഗവ മുവ എന്ന് പറയും. അവിടുത്തെ പ്രവിശ്യയിലെ കൊഗല്ല പട്ടണമുണ്ട്. ആ പട്ടണത്തിൻ്റെ അടുത്ത് 13 കിലോമീറ്റർ വടക്കുകിഴക്കായിട്ടാണ് ഈ പിന്നവാല ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടു ഏഷ്യൻ ആനകളുടെ ഒരു ക്യാപ്റ്റീവ് ബ്രീഡിംഗ് ആൻഡ് കൺസർവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പിന്നവാല എലിഫന്റ് ഓർഫനേജ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് ഈ ആനകൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ഭാഗം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി ഒന്നിങ്ങനെ കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബന്ദികളായ ആനകളുടെ കൂട്ടം ഈ പിന്നവാലയിലാണ്. 2 കൊല്ലം മുമ്പ് വരെ 3 തലമുറയിൽ നിന്നുള്ള 30 ആണാനകളും 41 പെണ്ണാനകൾ ഉൾപ്പെടെ 71 ആനകൾ ഈ പിന്നവാലയിൽ താമസിച്ചിരുന്നു എന്ന കണക്ക്.
1975 ഇത് തുറന്നത്. ഇതിൻ്റെ വെള്ളമില്ലാത്ത ഭാഗം കരപ്രദേശം ഏകദേശം 25 ഏക്കറാണുള്ളത്. ഈ ശ്രീലങ്കയിലെ വനങ്ങളിലും പിന്നെ സമീപത്തൊക്കെ ഉണ്ട് അലഞ്ഞു തിരിഞ്ഞ പിന്നെ കണ്ടമാന അനാഥരായ കാട്ടാന ഉണ്ടായിരുന്നു. ഓരോ പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ അനാഥാലയം സ്ഥാപിച്ചത്. 1975 ഇത് സ്ഥാപിച്ചത്. അങ്ങനെയാണ് ഇതിന് ഓർഫനേജ് എന്നുള്ള പേരാണ്. ഇതൊക്കെ അതിൽപ്പെട്ട ആനകളാണ്. ഇവിടെ അങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആന പാപ്പാൻ ഇത് ആനനെ മേയ്ക്കുന്ന ആളാണ്. പട്ട തിന്നിട്ടില്ല. പിന്നെ ഇവിടെ ടൂറിസ്റ്റ് സ്റ്റേഷൻ ഇവരെ ഈ ആനനെ മേയ്ക്കുന്ന പാപ്പാമാർ കൊണ്ടുപോകും. എന്നിട്ട് അവർക്ക് നമ്മൾ ടിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആനന്റെ ആ ഒരു ചുറ്റുവട്ടത്ത് കേരളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് പാപ്പാനുള്ള പൈസ. പിന്നെ ഇവിടുന്ന് മടങ്ങി ഈ ഒരു സ്ഥലത്ത് നിന്ന് മടങ്ങുന്നത് ശ്രീലങ്കയിലെ വന്യജീവി സംരക്ഷണ വകുപ്പാണ് ഇത് 1975 ഇവിടുത്തെ കാട്ടിൽ ഉള്ള അനാഥരായ കുഞ്ഞു ആനകൾക്ക് ഭക്ഷണം നൽകുന്നതിനും പരിചരണം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പിന്നവാല ആന അനാഥാലയം സ്ഥാപിച്ചത്. കാൻഡിയിൽ ഇതേപോലെ വേറെയും കുറേ പ്രൈവറ്റ് ആന വളർത്തൽ കേന്ദ്രങ്ങളും മസാജ് സെൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് കയറണം. 3000 രൂപ എന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മണി 1000 രൂപ ഉള്ളൂ. അപ്പോൾ ശ്രീലങ്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാൻഡിയിൽ ഈ ഓർഫനേജിൽ വരാതെ പോകരുത് ആരും. ഇതാണ് ആനന്റെ വീട്. ഇത് ഞാൻ നീളത്തിൽ ഇത് ഇവിടേക്ക് ഇരുട്ടാണ്, അതാണ് നമ്മൾ കാണാത്തത്. അങ്ങ് ദൂരം 2 ആനകളുണ്ടല്ലേ. ഈ ഒരു ഭാഗത്ത് ആന വളർത്തൽ കേന്ദ്രത്തിൽ നല്ല ഹ്യൂമിഡിറ്റിയാണ്. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മളിങ്ങനെ വയർത്ത് കുടിക്കും. നല്ല ചൂടാണ് ഇവിടെ. What is this inside? Only elephants. Only elephant. Yeah. Only elephant school, secondary school. Second school, yeah. It's the elephant, stay the houses and elephant stay the that place. Yeah. ആനകളുടെ ഹയർ സെക്കൻഡറി സ്കൂൾ. ആന മട്ടും താൻ. ആന മട്ടും താൻ, വേറെ ഒന്നുമില്ല. ആന മട്ടും താൻ, വേറെ ഒന്നുമില്ലാണ്ട്. ഇദ്ദേഹം നമ്മൾ ഓട്ടോ ഡ്രൈവർ വിത്ത് ഗൈഡ് നൂർ പുള്ളിക്കാരൻ്റെ പേര്. ഇവിടെ ഒരു തടാകമുണ്ട്. ഇതിപ്പോൾ സന്ദർശകർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തടാകത്തിൽ വെള്ളമില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കുറേ അങ്ങോട്ട് നടന്ന് പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോ ഡ്രൈവർ വിത്ത് നമ്മുടെ ഗൈഡ്. ഇപ്പോൾ ഇനി പുറത്തേക്ക് പോകുന്ന എക്സിറ്റ് വഴിയാണ്. സന്ദർശകർ വരുന്നത് വേറെ വഴി കൂടിയും എക്സിറ്റ് വേറെ വഴി കൂടിയാണ്. ഇതിവിടുത്തെ പിന്നെ ഒരു സുവനീർ ഷോപ്പാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. സുവനീർ ഷോപ്പിന് ഒരു കടൻ്റെ ഉള്ളിൽ കൂടി ആയിരിക്കും നമുക്ക് പുറത്തേക്ക് പ്രവേശനം. ഇവിടെ കണ്ടമാനം ആനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് മോഡൽ ആനകളുണ്ട്, പലവിധ സാധനങ്ങളുണ്ട്. ഞാനും പിന്നെ ആനയൊന്നും വാങ്ങിയിട്ടില്ല. എൻ്റെ അടുത്ത് ആന വീട്ടിൽ ഓൾറെഡി ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. വലിയൊരു ഷോപ്പാണിത്, സുവനീർ ഷോപ്പ് എന്നുണ്ടല്ലേ. അപ്പം ഇനി ഇതിൻ്റെ അവിടുന്ന് പുറത്തേക്ക് കയറാം. അതാണ് മെയിൻ റോഡ്. ആ കാണുന്നതാണ് മെയിൻ റോഡ്. അപ്പൊ ഇവിടുന്ന് മടങ്ങുകയാണ്. അപ്പം ഇതാണ് പിന്നവാല ഓർഫനേജിൻ്റെ റോഡ് ഭാഗം. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ നിർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഓട്ടോ. അപ്പം എന്നാൽ പിന്നെ ഇവിടുന്ന് പോവാണ്. ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.